കാലനേമിയുടെ പുറപ്പാട്. ഹനുമാൻ ഔഷധം തേടിപ്പോയ കഥ ചാരന്മാർ പറഞ്ഞ് രാവണൻ അറിയുന്നു. രാവണൻ കാലനേമിയുടെ അടുത്തെത്തുന്നു. ഒരു താപസനായി വേഷം ധരിച്ച് ഹനുമാന്റെ യാത്രയിൽ തടസ്സം സൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ, അങ്ങ് വേദം പഠിച്ചവനല്ലേ എന്നും ദുർചിന്തകൾ ഉപേക്ഷിക്കൂ എന്നും കാലനേമി പറയുന്നുണ്ട്. എല്ലാവരും മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമെന്നും പിന്നീട് രാജ്യം കൊണ്ടും ജാനകിയെ കിട്ടിയിട്ടും എന്തു ഗുണമാണുള്ളതെന്നും കാലനേമി രാവണനോട് ചോദിക്കുന്നു. സീതയെ തിരികെ കൊടുത്ത് രാമനോട് മാപ്പു പറഞ്ഞ് സഹോദരൻ വിഭീഷണന് രാജ്യവും നൽകി യഥാർത്ഥ താപസനായി മനസ്സ് ശുദ്ധമാക്കി ഭക്തിയോടെ ജീവിക്കാൻ കാലനേമി പറയുമ്പോൾ, കോപപ്പെട്ടുകൊണ്ട് കാലനേമിയെ ഭയപ്പെടുത്തുകയാണ് രാവണൻ ചെയ്യുന്നത്. രാവണനെ അനുസരിക്കേണ്ടി വരുന്നതുകൊണ്ട് തനിക്ക് സദ്ഗതി ഉണ്ടാകുമെന്നോർത്തു മാത്രമാണിപ്പോൾ ഈ പാതകം ചെയ്യുന്നതെന്നും കാലനേമി വെളിപ്പെടുത്തുന്നു. യാത്ര ചെയ്ത് ദാഹാർത്തനായ ഹനുമാൻ അവിടെ മലകൾക്കിടയിൽ ഒരാശ്രമം കാണുകയും വേഷം മാറിയ കാലനേമിയുടെ അടുത്ത് ദാഹജലത്തിനായി എത്തുകയും ചെയ്യുന്നു. താനിവിടെ എത്തിയത് എന്തിനാണെന്ന് ഹനുമാൻ കാലനേമിയെ അറിയിക്കുന്നു. എന്നാൽ വിഷമിക്കേണ്ട, അവിടെ ശ്രീരാമദേവന്റെ കടാക്ഷം കൊണ്ട് എല്ലാവരും ജീവിക്കുകയും യുദ്ധം തുടരാൻ തയ്യാറാവുകയും ചെയ്തുവെന്നും ഔഷധങ്ങൾ ഇനി ആവശ്യമില്ല എന്നും കാലനേമി ഹനുമാനെ അറിയിക്കുന്നു. ഹനുമാൻ കേട്ടതൊക്കെയും സത്യമെന്ന് വിചാരിച്ച് സന്തോഷവാനായി. ജലം കുടിക്കാനായി കാലനേമി ചൂണ്ടിക്കാട്ടിയ തടാകത്തിൽ ചെന്നതും ഒരു മുതല ആക്രമിക്കാനായി ആഞ്ഞു. എന്നാൽ ഹനുമാൻ ആ മുതലയെ കൊന്നു. ധന്യമാലിനി എന്ന അപ്സര സ്ത്രീ ശാപം കിട്ടി മുതലയായി കഴിഞ്ഞതായിരുന്നു അവിടെ. എന്നാൽ മറയും മുൻപ് അവൾ ഇതെല്ലാം കാലനേമിയുടെ തന്ത്രങ്ങളാണെന്ന് ഹനുമാനെ ബോധ്യപ്പെടുത്തുന്നു. തിരികെ എത്തിയ ഹനുമാൻ കാലനേമിയെ കൊലപ്പെടുത്തുന്നു. വീണ്ടും ഔഷധം തിരയുന്ന ഹനുമാന് തനിക്ക് വേണ്ടുന്നത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. കോപത്തോടെ പർവ്വതത്തെ തന്നെ പറിച്ചെടുത്തു കൊണ്ടുവരുന്നു. ശേഷം പർവ്വതം ശ്രീരാമന് മുന്നിൽ സമർപ്പിച്ചു. ഔഷധത്തിൻ്റെ കാറ്റടിച്ചതും എല്ലാവരും ജീവിച്ചു അത്രേ. എന്നാൽ പർവ്വതം തിരികെ കൊണ്ടുപോകണമെന്നും ഇല്ലെങ്കിൽ ഈ ഗന്ധമടിച്ചാൽ മരണപ്പെടുന്ന രാക്ഷസന്മാർ ജീവിക്കുകയും തനിക്കാരെയും കൊല്ലാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്ന് ശ്രീരാമൻ പറയുന്നു. ഹനുമാൻ പർവ്വതത്തെ തിരികെ കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ ഔഷധങ്ങളുടെ ഗന്ധമടിച്ച് എന്തുകൊണ്ട് രാക്ഷസന്മാർ ഉണർന്നില്ല? മരണപ്പെടുന്ന രാക്ഷസന്മാരുടെ ഉടൽ അപ്പോൾ തന്നെ നദിയിലേക്കിടാൻ രാവണൻ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം മരണപ്പെടുന്ന നിശാചരന്മാരുടെ ഉടൽ അവർ തന്നെ നദിയിൽ ഉപേക്ഷിക്കും. അതിനാലാണ് ഔഷധങ്ങളുടെ ഗന്ധത്താൽ നിശാചരന്മാർ പുനർജനിക്കാതിരുന്നതത്രേ.